ഒറ്റ കാര്യം ചോദിക്കട്ടെ. LDF ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ വലിയൊരു പട്ടികയാണ് പത്രദ്വാര നമ്മൾ കാണുന്നത്. അതെല്ലാം കൂടി ഒരു മനുഷ്യന്റെ രൂപത്തോട് ചേർന്ന ഒരു പാറ്റേൺ ആയിട്ട് അത് പരസ്യങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നിർമ്മാണ രംഗത്തേക്ക് എന്ന് വെച്ചാൽ മൊത്തത്തിൽ കരാറേൽപ്പിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ പതിച്ചിട്ടുള്ളത്. ആസ്പത്രി കെട്ടിടങ്ങൾ, ഹയർ സെക്കൻഡറി ബിൽഡിങ്ങുകൾ, റോഡുകൾ, പാലങ്ങൾ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു നന്മയുള്ളത്, ഇവരുടെ കാലഘട്ടത്തിൽ അതിന് എസ്റ്റിമേറ്റ് വേണ്ട, പ്രത്യേകിച്ച് AS വേണ്ട, TS വേണ്ട, അവർക്ക് പണിയാനുള്ള ആളുള്ളതുകൊണ്ട് അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു, ചെയ്യുന്നു. ഇതിന് ഒരു നിയതമായ പട്ടികയുണ്ട്. ഒരു സ്ക്വയർ മീറ്റർ ബിൽഡിങ് ഇവിടെ തയ്യാറാക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഒരു നിശ്ചിത സഞ്ചിത തുകയുണ്ട്. അത് എത്രയാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. എല്ലായിടത്തും ആയിരക്കണക്കിന് 1,10,000 കോടി രൂപ ഈ നിർമ്മാണ മേഖലയിൽ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നിർമ്മാണ മേഖലയിൽ ഉപയോഗിച്ച് നിർമ്മിച്ചതല്ലാതെ അവിടെയൊക്കെ ജനങ്ങൾക്ക് ഉപകരിക്കത്തക്ക രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനുവേണ്ട അനുമതി കൊടുക്കുന്ന കാര്യത്തിൽ പോലും ശ്രദ്ധിച്ചിട്ടില്ല. അവർ ഒറ്റ കാര്യത്തിലാണ് പ്രധാനമായും ശ്രദ്ധ. മറ്റൊരു കാര്യം ഞാൻ ഒരാളിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ 10 വർഷം കൊണ്ട് കേരളത്തിലെ കായിക രംഗത്ത് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാക്കിയതായിട്ട്? ഞങ്ങളൊക്കെ ഹോസ്റ്റലിൽ കുട്ടികൾക്ക് വേണ്ടി, കായിക മേഖലയിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഹോസ്റ്റൽ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. ഒരു കുട്ടിക്ക് പോലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആനുകൂല്യം ലഭിച്ചിട്ടില്ല. ഇത് മറുപടി ആര് പറയണം? ഞാൻ ഇടതുമുന്നണിയുടെ പ്രതിനിധിയോടാണ് ചോദിക്കുന്നത്. ഓക്കെ, ആദ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടില്ലേ, ആർക്കും ഉപകാരപ്പെട്ടിട്ടില്ല. അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്, നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് സമ്മതിച്ചു. അത് അദ്ദേഹത്തിന്റെ അത് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 5 ലക്ഷം ആളുകളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച ലൈഫ് പദ്ധതിയിൽ വീട് കൊടുത്തിട്ടുള്ള സർക്കാരാണ്. അവർ വളരെ സ്മരിക്കുന്നു ഈ ഗവൺമെന്റിനെ. ഏറ്റവും ഒടുവിൽ നിങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടി പറയാം, വയനാട് ചൂരൽമലയിൽ 175 ആളുകൾക്കാണ് അവരുടെ അവർക്ക് വലിയ നഷ്ടം ഉണ്ടായതാണ്. ആ ഗവൺമെന്റ് 175 ആളുകൾക്കാണ് സ്വപ്നതുല്യമായ ഭവനത്തിന്റെ താക്കോൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഈ സംസ്ഥാനത്ത് ഉണ്ടാവുമ്പോഴാണ് നിങ്ങൾ ഈ പറയുന്നത് ഈ ഗവൺമെന്റ് വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ, ക്ഷേമ പെൻഷൻ, ഇതെല്ലാം നേട്ടങ്ങളാണ് ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഊരാളുങ്കലിലേക്ക് പോകുന്നു. UDF കാലഘട്ടത്തിൽ TS ഇല്ലാതെ പോകുന്നു. അതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ദുരുദ്ദേശത്തോടും നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ, നമുക്ക് ചർച്ച ചെയ്യാം. എന്തെങ്കിലും അങ്ങനെയുണ്ടെങ്കിൽ, അങ്ങനെയൊന്നും ഇല്ലാത്ത രൂപത്തിൽ എത്ര മനോഹരമായിട്ടാണ് നിർമ്മിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ അതിനെല്ലാം വ്യവസ്ഥാപിതമായ ദേശീയപാത ഏറ്റവും ആദ്യം ദേശീയപാത ഫസ്റ്റ് സ്ട്രെച്ച് പൂർത്തിയായിട്ടുള്ളത് ഊരാളുങ്കലിനെയാണ് നമ്മുടെ മുമ്പിൽ. അത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലും ഊരാളുങ്കലിന് കൊടുക്കാറുണ്ട്. അത് അവരുടെ വർക്കിന്റെ ക്വാളിറ്റി കണ്ടിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു മിനിറ്റ് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരണം. രണ്ടാമത്തെ പോയിന്റിൽ അദ്ദേഹം പറഞ്ഞ കേരളത്തിലെ കായിക മേഖലക്കകത്ത് നിങ്ങൾ തിരുവനന്തപുരം മുതൽ ഇവിടെ കാസർഗോഡ് വരെ ഒന്ന് യാത്ര ചെയ്യണം. ഈ 10 വർഷം കൊണ്ട് അടിസ്ഥാന സൗകര്യ രംഗത്ത് ഏതാണ്ട് 1200 കോടി രൂപയുടെ സ്റ്റേഡിയങ്ങളാണ് കേരളത്തിനകത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ മാത്രം ഞാൻ എടുത്തു പറയാം, തലശ്ശേരി സ്റ്റേഡിയം, കൂത്തുപറമ്പ് സ്റ്റേഡിയം, മട്ടന്നൂർ സ്റ്റേഡിയം, പയ്യന്നൂർ സ്റ്റേഡിയം പൂർത്തിയാകാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെ എത്ര അതുപോലെ തന്നെ പരിയാരത്ത്, അതുപോലെ ബ്രണ്ണൻ കോളേജിനകത്ത് ഇങ്ങനെ എത്ര സ്റ്റേഡിയങ്ങളാണ് പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കിത് അറിയാഞ്ഞിട്ടല്ല, നിങ്ങളത് ബോധപൂർവം തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. കായിക രംഗത്ത് ഈ ഇന്ത്യക്കകത്ത് പോലും മാതൃകയായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് കഴിഞ്ഞ 10 വർഷക്കാലം നടത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ ഊരാളുങ്കലിന്റെ ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ സംശയം നിങ്ങൾക്കുണ്ടോ? ഊരാളുകളുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്തും ഈ പറഞ്ഞ പോലെ ടെൻഡർ വേണ്ട എന്നുള്ളത് സർക്കാരിന്റെ തീരുമാനമാണ്. ഞാൻ ആ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ അന്ന് വർക്കിലും വർക്കിന്റെ ക്വാളിറ്റിയുമായിരുന്നു മാനദണ്ഡമെങ്കിൽ ഇന്ന് ഓരോ വർക്കിലും കിട്ടുന്ന കമ്മീഷൻ മാത്രമാണ് അടിസ്ഥാന മാനദണ്ഡമായി ഊരാളുങ്കലിന് കൊടുക്കുന്നില്ല പ്രധാനപ്പെട്ട കാരണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ സൂചിപ്പിച്ചു. കേരളത്തിലൊരു കായിക മന്ത്രി ഉണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞത് തന്നെ മെസ്സി വരും എന്ന് പറഞ്ഞ് പറ്റിച്ചപ്പോഴാണ്. അല്ലാതെ ഒരു ഗുണവും കേരളത്തിൽ അങ്ങനെ ഒരു വകുപ്പിനെ കൊണ്ടുണ്ടാവാത്ത ഗുണം ഉണ്ടായിട്ടുണ്ട് കായിക വകുപ്പുമായി ബന്ധപ്പെട്ട്. ഈ പറഞ്ഞ കണ്ണൂരെടുക്കാം, ഞാനിത് നിങ്ങളെ വെല്ലുവിളിക്കുന്നു. 2015 മുമ്പ് കണ്ണൂർ തലശ്ശേരി കോർപ്പറേഷൻ സ്റ്റേഡിയം, തലശ്ശേരിയിലേക്കും കൂത്തുപറമ്പ് സ്റ്റേഡിയത്തിലേക്ക് ഒന്നും പോകണ്ട. കായിക വകുപ്പിന്റെ ഒരു സ്വിമ്മിംഗ് പൂള് നമ്മുടെ തൊട്ട
തൊട്ടടുത്ത് ഒന്ന് പോയി നോക്കിയ കക്കാട് പോയി നോക്കിയ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നോക്ക്, ഈ പറഞ്ഞ സ്റ്റേഡിയം, ഈ പറഞ്ഞ ഈ സ്റ്റേഡിയം ആരാക്കിയത്? ഈ സ്റ്റേഡിയം ആരാക്കിയത്? കോർപ്പറേഷൻ മുൻകൈയെടുപ്പ് നടത്തുമ്പോൾ സ്പോർട്സ് കൗൺസിലിന്, കായിക വകുപ്പിന്, സ്പോർട്സ് കൗൺസിലിന്റെ സംഭാവനയാണ് അവിടെ സ്വിമ്മിംഗ് പൂള്. ഒരു വസ്തുവിന് കൊള്ളാതെ ഒരു കുട്ടിക്ക് നീന്താൻ പോയാൽ, ഒരു വിദ്യാർത്ഥി അവിടെ പോയാൽ, കാലൊടുങ്ങി ജില്ലാ ആശുപത്രി പോയാൽ അവിടെ സ്കാനിങ്ങും ഇല്ല, എക്സ്റേ ഇല്ല. എവിടെ മന്ത്രി വരെ പോകേണ്ടി വന്നു ഇവിടത്തേക്ക് ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജിലേക്ക്. ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. മനോജ് ഉൾപ്പെടെ വാർത്ത ചെയ്തിട്ടുണ്ട്. 13 കോടി രൂപ പാസാക്കി ടെൻഡർ വിളിച്ച് കരാർ കൊടുത്തു. നിങ്ങൾ കോർപ്പറേഷൻ അനുമതി കൊടുത്തോ? കോർപ്പറേഷന്റെ കയ്യിലുള്ള കോർപ്പറേഷൻ സ്ഥാപനം വഴി ഉപയോഗിച്ച് തട്ടിയെടുക്കാൻ നോക്കുമ്പോ കൊതിയുടെ പുറത്ത് ഈ പറഞ്ഞ കായിക താല്പര്യമല്ല, കാശിന്റെ താല്പര്യം നടക്കുന്നത്. കായിക താല്പര്യമല്ല, പക്കാ കാശിന്റെ താല്പര്യം. എല്ലാ LSTD സ്റ്റേഡിയങ്ങളും കേരളത്തിനകത്ത് വന്നിട്ടുണ്ട്. ഒറ്റ സ്റ്റേഡിയം വേറെ ആളുടെ ഉടമസ്ഥയിലല്ല, കോർപ്പറേഷൻ ഉടമസ്ഥയിലാണ്. ഇതിനൊക്കെ നമുക്ക് മറുപടി നൽകാൻ കഴിയുന്നത് നമ്മുടെ സി നാരായണനാണ്. നിങ്ങൾ ഇങ്ങനെ രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ അതിനുള്ളൊരു മറുപടി, വ്യക്തമായൊരു മറുപടി നൽകാൻ കഴിയുന്നത് താങ്കൾക്കാണ്. എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് വളരെ വലിയ അർത്ഥതലവുണ്ട്. ഞാനൊരു ചെറിയ കരാറുകാരനാണ്. നമ്മൾ കഴിഞ്ഞ വർഷം പോലും എടുക്കാറില്ല. കാരണം പൊതുവേ നമ്മുടെ വികസന മേഖലകൾ പൊതുവേ ചെറിയ രീതിയിലുള്ള കോർപ്പറേറ്റ് മേഖലകളിലേക്ക്, അതായത് വൻകിടക്കാരെ മാത്രം നിലനിർത്താൻ പറ്റാവുന്ന രീതിയിലേക്ക് 100 കണക്കിന് ചെറുകിട കരാറുകാർ ഈ മേഖലയിൽ നിന്ന് കൊഴിഞ്ഞുപോയി. എന്താ കാരണം? 100 കണക്കിന്, ഞാനടക്കമുള്ള ആൾക്കാർ ചെയ്യാൻ സാധിക്കില്ല. കിടമത്സരത്തിനോട് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഊരാളുങ്കൽ പോലെയുള്ള ഒരു സൊസൈറ്റിയാണ്. സൊസൈറ്റിക്ക് എപ്പോഴും 10% ബിലോ അവർക്ക് പ്രത്യേകം ടെൻഡറിന്റെ ആവശ്യമില്ല. നടപടിക്രമം വളരെ ഈസിയാണ്. സർക്കാരിന് കൊടുക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ട് ഇതാരാ പറയുന്നത്? ഇന്ത്യക്കകത്ത് മുഴുവൻ അദാനിക്കും അംബാനിക്കും ആളുകളാണ് ഇത് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ചില കോർപ്പറേറ്റ് സ്വാധീനങ്ങൾ പല മേഖലകളിലുണ്ട്. ഞാനത് നിഷേധിക്കുന്നില്ല, അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നത്. പക്ഷേ ഊരാളുങ്കലിൽ ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സർക്കാരിന് സാധിക്കും. എളുപ്പമാണ്. ഒരു വലിയൊരു സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ചെറുകിട കരാറുകാർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കില്ല. കോടാനുകോടി, ആയിരക്കണക്കിന് തൊഴിലാളികളും കോടിക്കണക്കിന് ആസ്തി എങ്ങനെ ഉണ്ടായതിൻ്റെ ചർച്ച ചെയ്യപ്പെടേണ്ട വേറൊരു വിഷയമാണ്. പക്ഷേ ആസ്തിയിലൊരു സ്ഥാപനം എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ട് സർക്കാരിന് വേഗം പണി തീർക്കണം. എല്ലാ റോഡുകളും കൂടി ഒരു സംവിധാനത്തിലേക്ക് വരിക. 100 കരാറുകാരൻ്റെ പുറകിൽ പോകണ്ട, ഒരു കരാറുകാരന് ഊരാളുങ്കലിൽ മാത്രം പുറകിൽ പോയാൽ എല്ലാ സംവിധാനമായി അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ സർക്കാരിന് നമ്മളൊന്നും അറിയാത്ത രീതിയിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഊരാളുങ്കലിലേക്ക് പോകുന്നത്. എല്ലാ ചെറുകിട കരാറുകാരും ഈ മേഖലയിൽ നിന്ന് ഔട്ടായിക്കൊണ്ടിരിക്കുക. ഞാനടക്കം നിങ്ങൾ പരിശോധിച്ച് നോക്ക്, ആയിരക്കണക്കിന് ചെറുകിട കർഷകരുണ്ട്.